കുടിച്ചോ? എന്ത്? ഓ സോറി. കടൽ കൊള്ളക്കാരൻ. മിസ്റ്റർ അരുൺ, കഴിഞ്ഞ മാസം 18-ാം തീയതി കോട്ടയത്തുള്ള ഒരു സാമിന്റെ വീട്ടിൽ നിന്ന് ഒരു കാറ് മോഷണം പോയ കേസിലാണ് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. താങ്കൾ കുറ്റം സമ്മതിക്കാത്തതുകൊണ്ടും മോഷണം പോയ കാറ് കിട്ടാത്തതുകൊണ്ടും താങ്കളുടെ ഇൻട്രോഗേഷൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഓറൽ ആയിരിക്കണം. എന്ത് ഓറൽ? എടോ, വാ കൊണ്ട് മാത്രമേ ആൻസർ പറയാവുന്നു. അയ്യോ പറ്റില്ല സാർ, എനിക്ക് ഇതിന്റെ ആൻസർ കാല് വെച്ച് പറയണം. എടാ, ഓറൽ എന്ന് പറഞ്ഞാൽ ഓറൽ ആയിരിക്കണം ആൻസർ, മനസ്സിലായ? സോറി സാർ. പറയണ 18 രാത്രി നീ എവിടെ ആയിരുന്നു? ഓറൽ പറയാം. സാർ, 18-ാം തീയതി ഞാൻ പകല് നേരത്തെ കിടന്നുറങ്ങി. രാത്രി കുറച്ച് പണിയുള്ളതുകൊണ്ട് രാത്രി ഏകദേശം ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ഞാൻ അലാം വെച്ച് എഴുന്നേറ്റിട്ട് എൻ്റെ വീട്ടിലെ കർട്ടൻസ് എല്ലാം ഇട്ടു, ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഫാഷൻ TV മിഡ് നൈറ്റ് ഹോൾ. എന്താ സാർ? അങ്ങനെ വിട്. വണ്ടി പാട്ടി. ഇതാണ് കാറിന്റെ ഓണർ. സാർ, ഞാനല്ല സാർ സാറിന്റെ കാർ മോഷ്ടിച്ചത്. കഴുത CCTV നിന്റെ മോന്ത കിട്ടിയിട്ടുണ്ട്. ഓ, അവിടെ CCTV ഉണ്ടായിരുന്നോ? ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഊരി മാറ്റി. എന്തിന്? അത് ക്ലിപ്പെല്ലാം അവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞെടുത്തുള്ളൂ. അതിനിപ്പോ എന്താണോ അത് എവിഡൻസ് അല്ലയോ? എന്റെ ബെഡ്റൂമിനകത്തും ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അതിനിപ്പോ ഞാനെന്തോ വേണം? അയ്യടാ, അങ്ങനെ ഫ്രീ ആയിട്ട് തുണ്ട് കാണണ്ട. വാട്ട്? ഇവന്റെ വീഡിയോ ഇല്ലേ, അത് കാണിക്കും. ഞാൻ കണ്ടില്ല സാർ, അത് ഞാനല്ല സാർ. ഓ, ഇത് CCTV ആയിരുന്നോ? അത് ഞാനല്ല സാർ. നിക്ക് അവനെ കൊണ്ട് ഞാനിപ്പോ പറയിക്കാം. ഇത് ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ഇല്ല? സംഭവ സ്ഥലത്തൊന്നും കിട്ടിയതാ. തന്റെ ഫോൺ കളഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഫസ്റ്റ് ജെൻ ഐഫോൺ SE അല്ലേ? ബാക്കിലെ ലെഫ്റ്റ് കോർണറിൽ ചെറിയ സ്ക്രാച്ച് ഉള്ള. ഞാൻ ആദ്യമായിട്ട് കാണും സാർ. എന്നാൽ എന്താ? ചൈനയിലെ ചെറിയ കുട്ടികൾ ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ഐഫോൺ സാർ. സാറിനൊരു സംഭവം അറിയോ? പറഞ്ഞോ സാർ. ഇവൻ എന്റെ കാറ് മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് അതിന്റെ ഗ്ലൗ ബോക്സിനകത്ത് 1.5 കിലോ കഞ്ചാവ് ഒളിപ്പിച്ചത്. ഇവനെ അല്ല, മോഷണം പോയ കാറ് വരെ കിട്ടിയിട്ടില്ല, അതിനകത്ത് കഞ്ചാവുണ്ടെന്ന് എങ്ങനെ തനിക്ക്? ഓ, അത് അല്ല സാർ, വണ്ടി കിട്ടുമ്പോൾ അതിന്റെ ഗ്ലൗ ബോക്സിൽ കഞ്ചാവ് കാണും സാർ. അത് ഞാൻ ഒളിപ്പിച്ചല്ല, ഇവൻ ഒളിപ്പിച്ചാണ്. ഓൾസോ ഇപ്പോൾ ഞാൻ കഞ്ചാവ് ഒളിച്ചിട്ടില്ല സാർ. തനിക്ക് എന്തെങ്കിലും കുറ്റസമ്മതം നടത്താനുണ്ടോ? നഹി എന്ന് പറഞ്ഞ നഹി ഓടോ. ശരി, അടുത്ത ആളെ ഇവിടെ ഇറങ്ങിപ്പോടാ. ഇനി ആരാ? തന്റെ വൈഫ്. അവന്റെ ബ്രെയിൻ നിന്നാ തോന്നുന്നേ. എത്ര ദിവസം വീട്ടിൽ കയറിട്ട്? 4-5. എത്ര? 45. നിനക്ക് എന്താ വിളിച്ച ഫോൺ എടുത്താ? എത്രയാണ് വിളിക്കണം? ഫുൾ ടൈം ഫോണിൽ കുത്തലാണല്ലോ, എന്നിട്ട് എന്റെ കോൾ കാണുന്നില്ലേ? നോക്കി ഇരിക്കുന്നില്ലേ? കണ്ണിലിട്ടൊരു കുത്തല്. 45 ദിവസം വീട്ടിൽ കയറിട്ട് ഇത്ര ദിവസം എന്തുകൊണ്ടൊക്കെ പോയി വരും? അരുൺ ഒന്നും പറഞ്ഞില്ല സാർ. 18-ാം തീയതി രാത്രി ഞാനാണ് വണ്ടി അടിച്ചുകൊണ്ട് പോയത്. ഓ, പാർട്സ് ആക്കി വിൽക്കാനായിരുന്നു ഉദ്ദേശം. ഓക്കെ. ഇപ്പൊ ആ കാറ് അടൂരിലുള്ള എന്റെ വീട്ടിൽ കിടപ്പുണ്ട്. വാവ്, അടിപൊളി. സാർ, ദയവ് ചെയ്ത് എന്നെ വീട്ടിലോട്ട് അയക്കരുത്. എത്രയും പെട്ടെന്ന് പിടിച്ച് ജയിലിനകത്ത് അയക്കണം. പിന്നെന്താ? അങ്ങനെ പറഞ്ഞാ സാർ,
നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നിന്നുണ്ടല്ലോ ആ, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ പറ്റത്തില്ല. പോയ 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 ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. മോഷണമല്ലേ? പാടില്ലായിരുന്നു. മോഷണമല്ല, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്തോ പണി? നീ എന്തിനാ കല്യാണം കഴിക്കാൻ പോയെന്ന്? സാറേ, എൻ്റെ ഒരു കൂട്ടുകാരനോട് ഉണ്ടായിരുന്നു ഈ മോഷണത്തിന് എന്നെ ഹെൽപ്പ് ചെയ്ത കണ്ണൻ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. പക്ഷെ 2 ദിവസം മുമ്പ് അവന്റെ പെണ്ണുമ്പിള്ള വന്ന് അവനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി. അപ്പൊ അവനെയും കൂടെ ഒന്ന് അറസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അവന്റെ ഒരു സഹായമായിരുന്നേനെ. ശരിയാക്കി തരാം. ഓക്കെ സാർ.